നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് റോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ കൊളീഗ്സ്. നമ്മളെല്ലാവരും കൂടെയും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ് പോണത്, എങ്ങനെയാണ് പോണത്, എന്തിനാണ് പോകണമെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെയും ആ ഒരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ വായോ. സോ ഇതൊരു വ്ളോഗാണ്. വ്ളോഗ് എന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് നടന്നിട്ടില്ല വ്ളോഗ് എന്ന് പറഞ്ഞ സംഭവം പ്രോപ്പറായിട്ട് ഇടാനായിട്ട്. സോ ഇതെങ്ങനെയാവും എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ നമുക്ക് എന്തായാലും നോക്കാം. ഈ ഒരു വ്ളോഗ് എൻ്റെ ഇഷ്ടത്തോടെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തോടെ എടുക്കണതല്ല. എൻ്റെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ എടുത്തൊരു വ്ളോഗാണ്. ഇത് പോസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട് എങ്ങനെയായിരുന്നു നോക്കിയിട്ട് വേണം പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനായിട്ട്. ഇഫ് സപ്പോസ് ഈ വ്ളോഗ് അപ്പാവേണമെങ്കിൽ വ്ളോഗറിനെ കുറിച്ചുള്ള നിങ്ങളുടെ താല്പര്യം, അതായത് വ്ളോഗ് കാണാൻ ഇഷ്ടമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ വ്ളോഗ് എടുത്തിട്ട് കുറേ കാലമായി, പക്ഷേ എന്നാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾക്ക് പോകേണ്ട സ്ഥലം ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ ഇരിങ്ങാലക്കുടക്കുള്ള ബസ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷേ ഒരാളും കൂടെ വരാനുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കറൻ്റ്ലി ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പോൾ അത്രേ എത്തിയിട്ടുള്ളൂ, വേറെ ആരും എത്തിയിട്ടില്ല. എല്ലാവരും ഓൺ ദ വേ ആണ്. ഞാൻ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ വന്നത്. ഇങ്ങനെ ഇരിക്കാം. സോ ഇതാണ് ഇത്രയും കാര്യങ്ങളുള്ള ഒരു കിടപ്പ് വശം. സോ ഇനി ആൾക്കാർ വന്നിട്ട് നമുക്കത് തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ട് ഇരിങ്ങാലക്കുട ഇറങ്ങാം. അതായത് ഇരിങ്ങാലക്കുടക്ക് മാത്രമായിട്ട് ഇവിടെ ബസ് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല, ഡൗട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബസ്സിൽ ഇരിങ്ങാലക്കുടക്ക് പോണ ബസ്സിൽ ഇരിങ്ങാലക്കുടക്ക് ഇറങ്ങാം. ഓക്കെ. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്, എനിക്ക് മരുന്ന് മേടിക്കേണ്ട ഇവിടുന്ന്. കാരണം തിരിച്ച് രണ്ടാമത്തെ കൊടുങ്ങല്ലൂർക്ക് വരേണ്ട കാര്യം എനിക്കില്ല. സോ ഞാൻ എന്തായാലും പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. മരുന്ന് മേടിക്കാന്നുള്ള പ്ലാൻ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആ മരുന്ന് ഫ്രിഡ്ജ് വെക്കേണ്ട മരുന്നാണ്. ഞാൻ ഇരിങ്ങാലക്കുട പോയി വരുമ്പോഴത്തേനും അത് ചൂടായിട്ടുണ്ടാവും. മീൻസ് അത് ആ ഒരു ടെമ്പറേച്ചറിന് മാറിയിട്ടുണ്ടാവും, റൂം ടെമ്പറേച്ചറിലേക്ക് എത്തും. സോ ഇരിങ്ങാലക്കുട പോയി വന്നിട്ട് വരണ വഴിക്ക് എന്ത് ചെയ്യുക, മേടിക്കാം. ഇപ്പോൾ നമ്മൾ പോണത് ഇരിങ്ങാലക്കുട തൃശ്ശൂർ റൂട്ടിൽ പോണ ബസ്സിൽ ഇരിങ്ങാലക്കുട ഇറങ്ങാൻ പോവുകയാണ്. ഇരിങ്ങാലക്കുട സ്റ്റാൻഡിലാണ് ഇറങ്ങാനായിട്ട് പോണത്. സോ ഇവർ മൂന്നുപേരും നമ്മുടെ ഓഫീസിലുള്ളതാണ്, നൗറിൻ, അസ്ന ആൻഡ് അശ്വിൻ. പിന്നെ ബാക്കി കുറച്ച് പേരും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ മുമ്പിലും പിന്നിലൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ഇരിക്കാനുണ്ട്. സോ നമ്മളിപ്പോൾ ഇരിങ്ങാലക്കുടക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ പോണ വഴിയുണ്ടല്ലോ, കിഡിലനായിട്ടുള്ളൊരു ഓഫ് റോഡാണ്. കണ്ടാ, ഒരു പാലത്തിൻ്റെ മേലെ കൂടെയാണ് പോണത്. നിങ്ങൾക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്നല്ല, കൊടുങ്ങല്ലൂർ വന്നിട്ട് ഗുരുവായൂർക്കോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടക്കോ ബസ് കയറിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് പോണ എക്സ്പീരിയൻസ് കിട്ടും. അത്ര വൃത്തികെട്ട റോഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈവേയുടെ പേരും പറഞ്ഞിട്ട് ഉള്ള നല്ല റോഡുകളൊക്കെ അലമ്പാക്കിയിട്ടുണ്ട്. സോ വന്നാൽ നല്ലതാണ്, വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ സ്റ്റിൽ ഇതുവരെ ഒരു കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിപ്പോഴും പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. സോ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഇട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം കുറച്ചധികം വർഷങ്ങളായി. അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാനായാലും കാറിലായാലും ബൈക്കിലായാലും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോണ ആളുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പോണ റോഡുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഷെയ്ക്കാണത്, അതും ഈ റോഡിൻ്റെ പ്രത്യേകതയാണ്. സോ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള റോഡാണ് നമ്മളുടെ കേരളത്തിലത്തെ റോഡുകൾ കറണ്ടില്. മോശം മാത്രമല്ല നല്ലതും പറയണമല്ലോ. ഇപ്പോൾ ഉള്ള റോഡ്, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല റോഡാണ് കേട്ടോ. മറ്റേ കോൺക്രീറ്റ് റോഡാണ്, സാധാരണ ടാറിട്ട റോഡല്ല, കോൺക്രീറ്റ് റോഡാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല റോഡാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇരിങ്ങാലക്കുട എത്താനായിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊരു പാടാണത്. അപ്പോൾ ഇത് ചുമ്മാ ജസ്റ്റ് കാണിച്ചാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ കാണാൻ ഭംഗിയുള്ളൊരു പാടാണ് കേട്ടത്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ല പാടം ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്ടത്.
എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പാടമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ വലിയ രസമില്ലാന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ കാണിച്ചാണ്. നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക്. ഇത്രയും പേരാണ് നമ്മൾ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നും സംസാരിപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫുള്ള വീഡിയോ ആണ്. കാരണം നമ്മൾ അതിനകത്ത് റിയലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണാൻ രസം ഉണ്ടാവുള്ളൂ. അതാരം കൊണ്ട് എല്ലാവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ തന്നെ കിട്ടത്തില്ല, സംസാരിപ്പിക്കുകയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് സൈൻ ബോർഡ് കേട്ടോ. ഇതാണ് ഓഫീസിൻ്റെ ഉൾവശം. നമ്മൾ ചെന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ കാർഡാണ് കേട്ടോ. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് കാർഡ്. അപ്പോൾ ഈ സർവീസസൊക്കെയാണ് ചെയ്യണത്. ഇത് ഓഫീസിൻ്റെ ഉൾവശമാണ്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസിൻ്റെ ഉൾവശം ഞാൻ മൊത്തമായിട്ട് എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓഫീസിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റാഫ് ഷെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, GST സർട്ടിഫിക്കറ്റ്, പിന്നെ വിൻറ്റേജ് ടൈപ്പുള്ളൊരു റേഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് അവിടെ തകൃതിയായിട്ട്. എടുത്ത ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് അവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എടുത്ത ഫോട്ടോസിൻ്റെ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരപ്പം അവിടെ. അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. ഇനി കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട്. കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്ക് പോകണം. അയ്യോ, ഒരു കാര്യം പറഞ്ഞു നേരിട്ടില്ല. നമ്മളെ വ്ളോഗ് എത്രത്തോളം നീട്ടണമെന്നുള്ള കാര്യം എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഇത് എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഞാനൊരു 10 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ഇട്ട കാലം മറന്നു, സത്യം പറയാല്ല. എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മൾ ജസ്റ്റ് വന്ന് പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഭയങ്കര സ്നേഹം. സോ ഇത് ഒരു ഔട്ട് ഓഫ് താങ്ക്സിൻ്റെ ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുമില്ലെന്ന കാര്യം എനിക്കറിയില്ല. സോ ജസ്റ്റ് താങ്ക് യു സോ മച്ച്. ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ആദിലിൻ്റെ ഉപ്പാൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കാർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GST റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ ഇവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. എന്തായാലും വോട്ട് ഓഫ് താങ്ക്സിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് അതിന് വിളിച്ചതിനും വന്നതിനും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. അപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇതിന് മാത്രമൊരു കുറവില്ല. ലെൻസ് കാർട്ട് ഒരു പയ്യനെ ക്ലാസ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ക്ലാസ് എടുക്കാനായിട്ട് വന്നത്. നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഈ ആദിലിനെ കാണിച്ചിട്ടുണ്ടല്ലേ, അവൻ്റെ അനിയൻ ആക്കിൽ, അവനക്ക് അനിയനുണ്ട്, പേര് ആക്കിൽ എന്നാണ്. അപ്പോൾ ആക്കിലും ഞാനും ഒരു കോളേജിൽ ഒന്നിച്ചാണ് പഠിച്ചത്. അവൻ BA ഇംഗ്ലീഷും ഞാൻ BCom കോപ്പറേഷനും ആയിരുന്നു. പിന്നെ NCCയിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടാ. അപ്പോൾ ആക്കിലും അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വ്ളോഗ് എടുത്തിട്ട് കുറേ കാലം ആയതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. സോ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എന്താ പറഞ്ഞത് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഒരു ധാരണയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. സോ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു മിറ്റ്സ് മീ. അതിനാൽ ബൈ.